പഠിപ്പിന്റെ കാര്യത്തില് കമലു സീറോ, ഞാൻ അവളെക്കാളും മുമ്പിൽ. വിവരത്തിന്റെ കാര്യത്തിലോ അവള് സീറോ, ഞാൻ അവളെക്കാളും എത്രയോ മുമ്പില്. പിന്നെ ആളുകളായിട്ട് ഇടപെടുന്ന കാര്യത്തില് അവളൊരു സീറോ, ഞാൻ അവളെക്കാളും വളരെ മുമ്പിലാ. പിന്നെ 10 കാശുണ്ടാക്കുന്ന കാര്യത്തിൽ അവളൊരു സീറോ, ഞാൻ എത്രയോ മുമ്പിലാ. പക്ഷേ അവളുടെ മുമ്പിൽ എത്തിക്കഴിയുമ്പോഴേക്കും ഞാനൊരു വലിയ ബിഗ് സീറോ ആയി പോകും. പണിക്കരേട്ടോ, ഇതാര് ചന്ദ്രനാ? രാവിലെ പറ്റില്ലാണാ? 1-ാം തീയതി എങ്ങും പോകാൻ പറ്റിയില്ല. പിന്നെ എന്തൊക്കെയുണ്ട് പണിക്കരേട്ടോ വിശേഷം? മനസ്സിനൊരു സമാധാനം ഇല്ലടാ. കല്യാണം കഴിക്കണതിന് ഉൾപ്പെടെ ആൾക്കാർ പറയും എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിച്ചാൽ മതി. അതെ, കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ ഒരു മനസ്സമാധാനവും ഇല്ല. പിന്നെ കുറെ നാളോടെ കഴിയുമ്പോ പിന്നെ ഉപദേശം, ആരും കല്യാണം കഴിക്കല്ലേ കഴിക്കല്ലേ എന്ന്. എടാ, ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് മഴക്കാലം വരണ പോലെ. മഴക്കാലോ? മഴയില്ലാത്തപ്പോ ഒരു പുതുമഴ പെയ്യണേന്ന് നമ്മൾ ആഗ്രഹിക്കും. മഴ പെയ്തു കഴിഞ്ഞാലോ നമ്മൾ അതങ്ങോട്ട് എൻജോയ് ചെയ്യും. പിന്നെ മഴ അങ്ങനെ തീർത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ മഴയൊന്ന് അവസാനിച്ചെങ്കിലോ നമ്മൾ ആലോചിക്കും. പിന്നെ മഴ ഇല്ലാതിരിക്കുമ്പോഴോ ഒരു മഴ പെയ്തെങ്കിലോ എന്ന് ആലോചിക്കും. ഇപ്പൊ എന്നാ പണിക്കരേട്ട വിഷയം എന്നാ? എടാ, ഒരു വിലയില്ലടാ എന്റെ പണിക്കരേട്ട. ഇപ്പൊ സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ വില കൂടുന്നോണ്ട് ഇപ്പൊ സമരവും ഹർത്താലൊക്കെ നടന്നുകൊണ്ടിരിക്കുവല്ലേ. എടാ, അതല്ലടാ, എനിക്ക് കമലുവിന്റെ മുമ്പില് ഒരു വിലയില്ല. അങ്ങനെ ഞാൻ ആലോചിക്കുക, പഠിപ്പിന്റെ കാര്യത്തില് കമലു സീറോ, ഞാൻ അവളെക്കാളും മുമ്പിൽ. വിവരത്തിന്റെ കാര്യത്തിലോ അവള് സീറോ, ഞാൻ അവളെക്കാളും എത്രയോ മുമ്പില്. പിന്നെ ആളുകളായിട്ട് ഇടപെടുന്ന കാര്യത്തില് അവളൊരു സീറോ, ഞാൻ അവളെക്കാളും വളരെ മുമ്പിലാ. പിന്നെ 10 കാശുണ്ടാക്കുന്ന കാര്യത്തിൽ അവളൊരു സീറോ, ഞാൻ എത്രയോ മുമ്പിലാ. പക്ഷേ അവളുടെ മുമ്പിൽ എത്തിക്കഴിയുമ്പോഴേക്കും ഞാനൊരു വലിയ ബിഗ് സീറോ ആയി പോകും. അല്ല, ഇപ്പൊ എന്നാ പണിക്കരേട്ടന്റെ വിഷയം? എടാ, എന്നെ കൊണ്ടൊരു 10 കാശിന് വിലയില്ലെന്നാണ് കമലാക്ഷി പറയണത്. ഉദാഹരണത്തിന്, നമ്മുടെ കല്യാണം കഴിയും, അവളുടെ കഴുത്തിലും കാതിലും കിടക്കുന്ന ആഭരണങ്ങളെല്ലാം അവളുടെ അച്ഛനെടുത്ത് കൊടുത്തതാ. അതുപോലെ കമ്മലും വളയൊക്കെ എടുത്തു കൊടുക്കാൻ എനിക്ക് കഴിവുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നീ എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ പണിക്കരേട്ട, ഇതിന് മാത്രം സ്വർണവും പണ്ടൊക്കെ എടുത്തു കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലില്ല. എടാ, കാശിനല്ല, ചെറിയൊരു കളി. കളിയോ? അതെ, ചെറിയൊരു കളി. അതായത് ഇന്ന് രാത്രി ഒരു 11 മണിക്ക് നീ മുഖം മൂടിയൊക്കെ ഇട്ട് ഒരു കള്ളനായിട്ട് എന്റെ വീട്ടിൽ വരണം. കള്ളനായിട്ട്? അയ്യേ പണിക്കരേട്ട, ഒരു കാര്യം ചെയ്യ്, ഒരു IAS ഓഫീസറായിട്ട് വാ, ഒരു കോട്ട് സൂട്ടൊക്കെ ഇട്ട്. അത് പിന്നെ എടാ, ഞാൻ പറയണത് കേൾക്കണ്ട. എന്നാ കാര്യം പറ. ഇന്ന് രാത്രി നീ കള്ളനായി വന്ന് ആ കത്തി കാണിച്ചിട്ട് കമലാക്ഷിയുടെ ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം തട്ടിക്കൊണ്ട് പോവാം. എന്റെ പണിക്കരേട്ട, അതുകൊണ്ട് പണിക്കരേട്ടന്റെ പ്രയോജനം? പിന്നെ അല്ലടാ എന്റെ കളി തുടങ്ങാൻ പോണത്. എന്ത് കളി? ഞാൻ കമലുവിനോട് പറയും, നിന്റെ കഴുത്തിൽ കിടക്കുന്ന അതേ ഡിസൈനിലുള്ള അതേ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ വാങ്ങിത്തരാൻ, നീ വിഷമിക്കണ്ടെന്ന് പറയും. പിറ്റേ ദിവസം രാവിലെ ഞാൻ നിന്റെ വീട്ടിൽ വരുന്നു, ആ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നു, ഞാൻ ജ്വല്ലറി കൊണ്ടുപോകുന്ന തേജുവിനിക്കൊക്കെ എടുത്തിട്ട് ഞാൻ കമലുവിനോട് കൊടുക്കുന്നു. അപ്പൊ അഭിമാനത്തോട് കമലു എന്നെ നോക്കി പറയും, പണിക്കരേട്ടാ, ഇപ്പോഴാണ് പണിക്കരേട്ടനായത്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അത് പിന്നെ ഈ കള്ളനായിട്ടൊക്കെ ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞ കള്ളനായിട്ടല്ലേ? അപ്പൊ നീ അധികം അഭിനയിക്കേണ്ട വരില്ല. പണിക്കരേട്ട, ഏതായാലും പണിക്കരേട്ടന് പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമല്ലേ? അതെ, ഞാൻ റെഡി. അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് രാത്രി കൃത്യം 11 മണിക്ക്. ഓക്കെ. എന്താ പണിക്കരേട്ടനൊരു ടെൻഷൻ? അല്ല, സമയം 11 മണി ആകാൻ പോകുന്നല്ലോ എന്നുള്ള ടെൻഷൻ. 11 മണിയാവുന്നതിനെന്താ ടെൻഷൻ? കമലു, ചായ ഉണ്ടാ? ഉണ്ട്. പെട്ടെന്നൊരു ഗ്ലാസ് കാപ്പി എടുത്തേ. പനിയുണ്ടോ? പിച്ചും പേയും പറയുന്നു. അല്ലെങ്കിൽ ചായയും കാപ്പിയൊക്കെ കുടിക്കാൻ നിങ്ങൾക്ക് എന്താ വട്ടാണോ? എടി, ചായയും കാപ്പിയും കുടിക്കുന്നവർക്കൊക്കെ വട്ടാണെങ്കിലേ ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും വട്ടാം. അതൊക്കെ കുടിക്കുന്നതിന് ഒരു നേരവും കാലവും ഒക്കെ ഉണ്ട്. അല്ല, രാത്രി 12 മണിക്ക് ഈ വീട്ടിലെ സ്വർണ്ണം മുഴുവൻ എടുത്തോ? പേരും അഡ്രസ്സും പറഞ്ഞിട്ടല്ല കള്ളന്മാര് കക്കാൻ വരുന്നത്. എത്രയും പെട്ടെന്ന് സേഫിന്റെ താക്കോലിതാ, ഇല്ലെങ്കിൽ കൊന്നുകളയും. കമലു, നമുക്കൊരു കാര്യം ചെയ്യാം, ആ താക്കോൽ എടുത്ത് കൊടുത്തേക്ക്. നമുക്ക് ജീവനാണ് വലുത് എന്റെ കമലു. അതെ, പച്ചാലമരിയുടെ മുകളിലുണ്ട് താക്കോല്. എടുത്തോ. മുഴുവൻ സ്വർണ്ണം എടുക്കല്ലേ? സാരമില്ല, ഞാനുണ്ടല്ലോ, നമ്മളിവിടെ ജീവനോടെ നിൽപ്പുണ്ടല്ലോ.
കമലു നീ കരയേണ്ട കമലു, നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ കമലു. എന്നാലും എന്റെ സ്വർണ്ണം എല്ലാം കൊണ്ടുപോയില്ലേ? കമലു ഞാനൊരു കാര്യം പറയട്ടെ, നാളെ രാവിലെ ഇതേ മോഡലുള്ള കമ്മലും വളയും മാലയും ഞാനെടുത്തു തരാം. സത്യമായി പറയണത്, പണിക്കരേട്ടനല്ലേ പറയണത്. അവൻ കൊണ്ടുപോയിക്കോട്ടെ, ഞാനില്ലേ ഇവിടെ. കരയണ്ടേട്ടാ. ഇതാടി ഒറിജിനൽ കള്ളൻ. തല്ലി കൊല്ലടി അവനെ. ശരി, ഭാര്യയുടെ മുമ്പിലിട്ട് എന്നെ തല്ലി ആളാകാനായിരുന്നല്ലേ? ഇത് നീയായിരുന്നോടാ നീ? എടാ ചന്ദ്ര, നീയോ? അപ്പൊ നേരത്തെ വന്ന കള്ളനോ? കമലേച്ചി എന്നോട് ക്ഷമിക്കണം. ഈ പണിക്കരായിട്ട് പറഞ്ഞിട്ടാ ഞാൻ ഈ വേഷം മുഴുവൻ കെട്ടിയത്. അപ്പൊ നേരത്തെ വന്ന് എന്റെ മാലയൊക്കെ കൊണ്ടുപോയത് ആരാ? പണിക്കരാട്ടാ, നമ്മൾ പ്ലാൻ ചെയ്തത് ആരോ ഒളിച്ചിരുന്ന് കേട്ടിട്ടുണ്ട്. Is it true?